ഹരി ഓം. ഏവർക്കും വർണ്ണാവണത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഞാൻ എസ് ദേവന്തു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മുടെ ശനിയുടെ രാശിമാറ്റമാണ്. 2025 ശനിയുടെ രാശിമാറ്റത്തില് നമുക്ക് ഓരോരുത്തർക്കും എന്തൊക്കെ ഫലങ്ങളാണ് വരിക എന്നാണ് നമ്മൾ നോക്കണം. അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് ചിന്തിക്കുക. ഓക്കെ, അപ്പം കുംഭം രാശിയിൽ നിന്ന് ശനി മീനം രാശിയിലേക്ക് വ്യാഴത്തിന്റെ ക്ഷേത്രത്തിലേക്കാണ് രാശി മാറുക അല്ലെ. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2025 മാർച്ച് 29 ശനി രാശി മാറുന്നത്. അപ്പം അന്ന് മുതൽ 2027 6 മാസത്തിൽ, അതായത് ജൂൺ മാസത്തിൽ 3 വരെയാണ് ഈ ഒരു രാശി മാറ്റത്തിന്റെ ഫലം എന്ന് പറയുന്നത്. നമുക്കറിയാം ശനിയാണ് ഏറ്റവും കൂടുതൽ കാലം ഒരു രാശി മാറി ഒരു സ്ഥലത്ത് രാശിയിൽ നിൽക്കുക അല്ലെ. 2.5 വർഷത്തോളം, ചില സമയത്ത് 2.25 2.25 അങ്ങനെയൊക്കെ വരേണ്ട, 2.5 വർഷത്തോളം ഒരു രാശി തന്നെ നിൽക്കണം. അതുകൊണ്ട് തന്നെ നമ്മുടെ ലോകത്തിലായ സംബന്ധിച്ച് നോക്കിയാലും ഒരു വ്യക്തിപരമായിട്ട് നോക്കിയാലും നല്ലൊരു ഇമ്പാക്റ്റ് തരുന്ന ഒരു ഗ്രഹമാണ് ശനി എന്ന് പറയുന്നത് അല്ലെ. ശനീശ്വരൻ എന്ന് പറയുന്നത് നല്ല രീതിയിലും മോശ രീതിയിലും നല്ല പവർഫുൾ ആയിട്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ ഇപ്പം നമുക്കിപ്പോ ശനിദശ അല്ലെങ്കിൽ പോലും നമുക്ക് ഏറ്റവും മിനിമം ആയിട്ട് ഒരു 50 to 20% എങ്കിലും അല്ലെങ്കിൽ 25% എങ്കിലും ശനിയുടെ രാശിമാറ്റത്താൽ ഉണ്ടാവുന്ന ഫലങ്ങൾ നമ്മളിലേക്ക് ബാധിക്കും. കാരണം അത്രയും നാൾ നീണ്ടു നിന്നൊരു രാശിമാറ്റമാണ്. അത് മാത്രമല്ല നമ്മുടെ കർമ്മത്തിന്റെ ഫലങ്ങളൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു ടൈം ആയിരിക്കും ശനിയുടെ രാശിമാറ്റം എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഇതിന്റെ വ്യക്തമായിട്ട് നമ്മൾ വീഡിയോയുടെ അവസാനം പറയും. ആദ്യമേ രാശിഫലം പറഞ്ഞ് നമുക്ക് മുന്നോട്ട് പോവാം. അത് കഴിഞ്ഞിട്ട് കൺക്ലൂഷൻ പാർട്ടും കൂടെ എല്ലാവരും ഒന്ന് കാണുക കേട്ടോ. ഒരു വീഡിയോയുടെ എങ്കിലും കാണുക, ഒരു രാശിയുടെ ഫലം കേട്ടിട്ട് ആ കൺക്ലൂഷൻ പാർട്ടെങ്കിലും കാണുക. അപ്പൊ കുറച്ചുകൂടി കാര്യങ്ങൾ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, അല്ല ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അതുപോലെ തൊട്ടടുത്ത് തന്നെ നോട്ടിഫിക്കേഷൻ ബട്ടണിൽ ഓൾ നിൽക്കിക്കോളൂ കേട്ടോ. കാരണം നമ്മൾ ഇടുന്ന വീഡിയോസ് അപ്പൊ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കും. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്തിട്ട് തുടർന്ന് കാണുക കേട്ടോ. ധനുരാശി മൂലം, പൂരാടം, ഉത്രാടം കാലടങ്ങുന്ന 2 കാല നക്ഷത്രമാണ് ധനുരാശി എന്ന് പറയുന്നത് അല്ലെ. ധനുരാശിയെ സംബന്ധിച്ചോളം ഈ ഒരു ശനിമാറ്റം നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും അർദ്ധാഷ്ടമ ശനിയാണ്. അതായത് കേന്ദ്ര ഭാവങ്ങളിൽ 4ാം ഭാവത്തിലാണ് വന്നേക്കണേ. സോ അവിടെ കണ്ടക ശനിയാണ് നമുക്ക് പറയാൻ സാധിക്കും അല്ലെ. അർദ്ധാഷ്ടമം എന്ന് വെച്ചാൽ അഷ്ടമം എന്ന് വെച്ചാൽ 8, അതിന്റെ പകുതി അർദ്ധാഷ്ടമ ശനി. സോ 4 വന്നേക്കുന്നത്. നമുക്ക് അത്ര അനുകൂലമാണോ എന്ന് ചോദിച്ചാൽ അല്ല. ഓക്കെ, അനുകൂല സമയമാണോ എന്ന് ചോദിച്ചാൽ അല്ല. ഇവിടെ നോക്കി കഴിഞ്ഞാൽ 2ാം 3ാം ഭാവാധിപനാണ് ശനി എന്ന് പറയുന്നത് അല്ലെ. 2 എന്ന് പറയുന്ന കുടുംബം, 3 എന്ന് പറയുന്നത് സഹോദരൻ, അതുപോലെ തന്നെ അയൽവക്കം, നെയ്ബേഴ്സ് ഒക്കെയാണ്. സോ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അത്ര അനുകൂലമാണോ എന്ന് ചോദിച്ചാൽ അല്ല. നമുക്ക് ചില തടസ്സങ്ങള്, ചില പ്രതിസന്ധികളൊക്കെ നമ്മൾ നേരിട്ടേണ്ടി വരും. അതുപോലെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ശനിയുടെ ദൃഷ്ടി എന്ന് പറയുന്നത് 3, 7, 10ാം ഭാവത്തിലേക്കാണല്ലോ ശനിയുടെ ദൃഷ്ടി വരിക. ധനുരാശിക്ക് നോക്കുമ്പോൾ ഇവിടെ നമുക്ക് 6ലേക്കും 10ലേക്കും അതുപോലെ തന്നെ ജന്മത്തിലേക്ക് ധനുരാശിയിലേക്കുമാണ് ദൃഷ്ടി വരിക. സോ ഇവിടെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എന്തുണ്ടെങ്കിലും ചിന്തിച്ച് മാത്രം ചെയ്യാൻ ശ്രദ്ധിക്കുക. എന്തൊരു കാര്യം ചെയ്താലും ശ്രദ്ധിച്ച് ചിന്തിച്ച് മാത്രം ചെയ്യുക. ചിന്തിക്കാതെ ഒരു കാര്യവും ചെയ്യാതിരിക്കുക. അതുപോലെ നമ്മുടെ വേഗതയൊക്കെ ഉണ്ടല്ലോ, വേഗതയൊക്കെ മാക്സിമം കുറച്ച് നമ്മൾ എന്തൊരു കാര്യം സമാധാനത്തോടെ ചെയ്യാൻ ശ്രദ്ധിക്കാം. അതിലേക്കാണ് ഞാൻ പറഞ്ഞു 10ലേക്ക് ശനി ദൃഷ്ടി ഉണ്ടെന്ന് പറഞ്ഞു. സോ ഈ ശനി ദൃഷ്ടി ഉണ്ടായതുകൊണ്ട് തന്നെ നമ്മുടെ മൈൻഡിൽ ഒരു ചിന്ത എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും, നമുക്കൊന്ന് മാറിയാലോ, നമ്മളിപ്പോൾ ചെയ്യുന്ന ജോലിയിൽ നിന്നൊന്ന് മാറിയാലോ, മാറ്റം വന്നാലോ, മാറ്റം വരുത്തിയാലോ എന്ന് ചിന്തിക്കും. പക്ഷെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ നമ്മൾ എവിടെ പോയാലും നമുക്കൊരു കംഫോർട്ട് ഉണ്ടാവില്ല, നമുക്ക് കംഫോർട്ടായിട്ട് ജീവിക്കാൻ സാധിച്ചെന്ന് വരില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളിപ്പോ ജോലി മാറുവാണെങ്കിൽ നമുക്ക് തിരിച്ച് ആ ജോലി സ്ഥലത്തേക്ക് എത്താൻ പറ്റും എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ആ ജോലി മാറുക. ഓക്കെ, അങ്ങനത്തെ ഓപ്പോസിറ്റുള്ള ജോബ് മാത്രം ചെയ്യാം. ഇപ്പൊ നിങ്ങൾ ഈ ഒരു സ്ഥാപനത്തിലാണ് നിൽക്കുക, നിങ്ങൾക്ക് അന്ന് ഈ സ്ഥാപനത്തിൽ നിന്ന് മാറി ഈ സ്ഥാപനത്തിലേക്ക് വരണമെന്നുണ്ട്. പക്ഷെ ഈ സ്ഥാപനത്തിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും തിരിച്ച് ഈ സ്ഥാപനത്തിലേക്ക് വരാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യില്ല, അതെടുക്കരുത്. പക്ഷേ ഈ സ്ഥാപനമുണ്ട്, നിങ്ങൾക്ക് ഈ സ്ഥാപനത്തിലേക്കാണ് പോകേണ്ടത്, അല്ലെങ്കിൽ ഈ സ്ഥാപനത്തിലാണ് അവസരമുള്ളത്. സോ നിങ്ങൾക്ക് ഈ സ്ഥാപനത്തിൽ പോയാലും നിങ്ങൾക്ക് തിരിച്ച് ഈ സ്ഥാപനത്തിലേക്ക് വരാൻ സാധിക്കും എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒന്ന് മാറി നോക്കാം, കുഴപ്പമില്ല. സോ നിങ്ങൾക്ക് റിട്ടേൺ വരാൻ പറ്റും, നിങ്ങൾക്ക് റിട്ടേൺ ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, പോവുക. അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് അത്രയും കംഫോർട്ട് ആയിരിക്കില്ല. നമ്മൾ പറയും കംഫോർട്ട് വെടിഞ്ഞാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പറ്റും. പക്ഷെ കംഫോർട്ടിന് കഴിഞ്ഞിട്ട് പോകണമെങ്കിൽ അടുത്ത ഫിയറിന് ഒരു സോൺ ഉണ്ട്. ഓക്കെ, അത് മറികടക്കണം. നമ്മൾ എന്ത് ചെയ്യണം, അതിനനുസരിച്ചുള്ള എബിലിറ്റിയിലേക്ക് നമ്മൾ എത്തണം. ഓക്കെ, അത് നമ്മുടെ മില്യൻ സക്സസ് മന്ത്ര എന്ന് പറയുന്ന നമ്മുടെ വെബിനാറിൽ നമ്മൾ കണ്ടക്ട് ചെയ്ത് നടത്തിയിട്ടുള്ളതാണ്. സോ ആ ഒരു കാര്യം മനസ്സിലാക്കാം, കംഫോർട്ട് വെടിയണം എന്ന് പറഞ്ഞാൽ, പക്ഷെ ഈ ഒരു കംഫോർട്ട് വെടിഞ്ഞ് നമ്മൾ പോയാൽ നമുക്ക് തിരിച്ചെത്താൻ പറ്റില്ല, നമ്മൾ നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. സോ തിരിച്ചു വരാൻ പറ്റുമെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, പോവുക. എന്നിട്ട് പോയി നോക്കി നിങ്ങൾ ഓക്കെ ആണെങ്കിൽ അവിടെ നിന്നോ, പറ്റൂല, നിങ്ങൾക്ക് കംഫോർട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചു പോകണമെങ്കിൽ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ. സോ ഓപ്ഷൻ ഇട്ടുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്നതായിരിക്കും ഉത്തമം എന്ന് പറയുന്നത്.
അതുപോലെ തന്നെ നമുക്ക് ജോലിയിൽ നോക്കുമ്പോഴായാൽ പോലും നമുക്ക് ജോലി ഇല്ല, ജോലി കിട്ടിയിട്ടില്ലെങ്കിൽ കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും. എന്നിരുന്നാൽ പോലും പരിശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജോലിയൊക്കെ കിട്ടും, കുറച്ച് കാലതാമസം എടുത്തിട്ടായാലും. അതുപോലെ 4 ശനി നമുക്ക് വരുന്നുണ്ട്. സോ നമ്മൾ പറഞ്ഞു 4ലേക്കാണ് ശനി വരുന്നത്. നമ്മുടെ ശരീരത്തെ സംബന്ധിച്ച് നോക്കിയാൽ, ആരോഗ്യ സംബന്ധമൊക്കെ നോക്കിയാൽ ചില പ്രശ്നങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യം നമ്മൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കുക, ഫിറ്റ്നസ് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തതിന് പോവുക. നമ്മുടെ ഹെൽത്തും അതുപോലെ നമ്മുടെ ഫുഡും നമ്മൾ നല്ല രീതിയിൽ ടേക്ക് കെയർ ചെയ്തതിന് പോവുക. അതുപോലെ തന്നെ ഫുഡൊക്കെ മാക്സിമം വീട്ടിൽ നിന്ന് കഴിക്കാൻ നോക്കുക. പുറത്തുനിന്ന് കഴിക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ലാത്ത, നമുക്ക് അലർജറ്റിക് അല്ലാത്ത ഫുഡും നേരത്തെ കഴിച്ചിട്ടുള്ള ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ, എന്ന് വെച്ചാൽ പുതിയൊരു പരീക്ഷണത്തിലേക്കൊന്നും പോവാതിരിക്കുക. കാരണം അത് നമ്മുടെ ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങളിലേക്ക്, അലർജിയിലേക്കൊന്നും വരുത്താതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സഹോദരങ്ങൾ നിമിത്തം നമുക്ക് ചില ചിലവുകളൊക്കെ ഉണ്ടാവാം. അത് ചിലവർക്ക് നല്ല ചിലവുകളും ചിലവർക്ക് അത് ബാഡായിട്ടുള്ള ചിലവുകളുമായിരിക്കും ഉണ്ടാവുക എന്ന് പറയാം. അതിലേക്ക് നമ്മൾ 6ലേക്ക് ശനിയുടെ ദൃഷ്ടി വരുന്നുണ്ട്. നമുക്ക് ലോണൊക്കെ എടുക്കാൻ പറ്റുന്ന സമയമാണ്. ക്രെഡിറ്റ് കാർഡുകളൊക്കെ ലഭിക്കാൻ യോഗമുള്ള സമയമാണ്. അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡുകളൊക്കെ എടുക്കുന്ന ടൈമായിരിക്കും ഈ ടൈം എന്ന് പറയുന്നത്. അതിലേക്ക് പറഞ്ഞാൽ 10ലേക്ക് ദൃഷ്ടി വരുന്നുണ്ട്. സോ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ജോബിന് പ്രഷർ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, ജോബിന് ടെൻഷൻ കൂടാൻ സാധ്യതയുണ്ട്, സ്ട്രെസ് കൂടാൻ സാധ്യതയുണ്ട്. സോ നമ്മളത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതായിരിക്കും. ഇപ്പോൾ ഉള്ള സ്ഥാപനത്തിൽ തന്നെ നിന്ന് മുന്നോട്ട് അതുള്ള ജോലികൾ എന്ത് തന്നെയാണോ അത് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നതായിരിക്കും ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ധനുവിലേക്ക്, ജന്മത്തിലേക്ക് ദൃഷ്ടിയുണ്ട്. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലൊരു കുഴപ്പമൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ്, നമുക്കൊരു കൺഫ്യൂഷൻ ഒക്കെ ക്രിയേറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ അത്ര നല്ല ട്രാൻസിറ്റ് അല്ല ഈ ശനിമാറ്റം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മാറ്റങ്ങളൊക്കെ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് ചിന്തിച്ച് മാത്രം ചെയ്യുക. ചിലവുകളൊക്കെ ഉണ്ടാവും, അത് എപ്പോഴും ഓർമ്മയിൽ ഉണ്ടായിരിക്കണം. സോ അതുപോലെ തന്നെ കടങ്ങളൊക്കെ വാങ്ങാൻ ചാൻസ് ഉണ്ട്. കടങ്ങൾ വാങ്ങുമ്പോൾ അല്ല കടങ്ങൾ കിട്ടുമ്പോൾ കടങ്ങൾ വാങ്ങാൻ ചാൻസ് ഉണ്ട് എന്ന് പറയുമ്പോൾ അവിടെ കടങ്ങൾ കിട്ടാൻ യോഗം ഉണ്ടായിട്ടാണ്. സോ ഈ കടങ്ങൾ കിട്ടുമ്പോൾ ചുമ്മാ അനാവശ്യമായിട്ട് അത് ചെലവാക്കാതെ ആവശ്യമാണെങ്കിൽ മാത്രം കടങ്ങൾ എടുക്കുക, ആവശ്യമായിട്ടുള്ള ചെലവുകൾ മാത്രം ചെയ്യുക കേട്ടോ. അതായിരിക്കും ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത്. സോ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. സോ ഹാപ്പി ആയിട്ട് സന്തോഷമായി മുന്നോട്ട് പോവുക. എന്ത് ചെയ്യുക, സൽപ്രവർത്തികൾ ചെയ്ത് സൽചിന്തയോടെ എന്ത് ചെയ്യുക, മുന്നോട്ട് ഹാപ്പി ആയിട്ട് സന്തോഷത്തോടെ പോവുക കേട്ടോ. ഇത്രയൊക്കെയാണ് രാശിഫലം എന്ന് പറയുന്നത് അല്ലെ. ഇപ്പൊ നമ്മൾ ഓരോ രാശിയുടെ ഫലങ്ങളൊക്കെ കേട്ടു. അപ്പം പലരും ഇപ്പൊ ടെൻഷൻ ആയിട്ടുണ്ടാവും, ചിലവര് ഹാപ്പി ആയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ചിലവർക്ക് ഇനി ഇങ്ങനെ തന്നെയാണോ മുന്നോട്ട് പോകുന്നതിനൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും. നമ്മുടെ പേര് നക്ഷത്രം താരെ കമന്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന വാർത്തയിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ഉൾപ്പെടുത്തുന്നതായിരിക്കും. സോ പേരും നക്ഷത്രം വ്യക്തമായി താരെ കമന്റ് ചെയ്യും കേട്ടോ, നമുക്ക് മനസ്സിലാക്കുന്ന വിധത്തിൽ കേട്ടോ. അപ്പം ശനീശ്വരന്റെ നമുക്ക് ഒരു ശനി രാശി മാറുമ്പോൾ നമുക്ക് അതനുസരിച്ചുള്ള ഇമ്പാക്ട് നമ്മുടെ ജീവിതത്തിലുണ്ടാവും. അപ്പൊ നമ്മൾ ഇത് എങ്ങനെയാണ് നോക്കേണ്ടതെന്ന് നോക്കാം. നമ്മുടെ ജാതകത്തിൽ ശനി എങ്ങനെയുണ്ടെന്നും കൂടി നോക്കാം. നമുക്ക് ജാതകത്തിൽ ജാതകത്തിൽ നമുക്ക് ശനീശ്വരൻ അല്ലെങ്കിൽ ശനി അനുകൂലമാണോ പ്രതികൂലമാണോ എന്ന് നോക്കുക. അപ്പൊ അതനുസരിച്ച് നമുക്ക് ഈ ഗോചര ഫലം വരുമ്പോൾ അതനുസരിച്ചുള്ള മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പൊ ദശ ഏതാണ് നടക്കുന്നത്, ഇപ്പൊ ശനി ദശയൊക്കെ നടക്കുന്നവർക്ക്, ശനിയുടെ അപകാരമൊക്കെ നടക്കുന്നവർക്ക് നല്ല രീതിയിൽ ഈ ഒരു ശനിയുടെ മാറ്റത്തിന്റെ ഫലം നിങ്ങളിലേക്ക് എത്തും. അത് അപ്പൊ എങ്ങനെ എത്തുമെന്ന് വെച്ചാൽ നമ്മുടെ ജാതകം കൂടി ഒന്ന് പരിശോധിച്ച് ശനിയുടെ പൊസിഷൻ എങ്ങനെയുണ്ട്, നമുക്ക് അനുകൂലമാണോ പ്രതികൂലമാണോ എന്ന് നോക്കുക. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ നന്നായി ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ സൽക്കർമ്മങ്ങൾ ചെയ്യുക, സൽപ്രവൃത്തികൾ ചെയ്യുക, സൽചിന്തകൾ ചെയ്യുക. ഓക്കെ, എപ്പോഴും നല്ല കാര്യങ്ങൾ മറ്റുള്ളവർക്കും നമ്മുടെ ശത്രുക്കൾക്കായാലും നന്മ മാത്രം ചിന്തിക്കുക. അങ്ങനെ തിന്മകൾ ആഗ്രഹിക്കേണ്ട, തിന്മകൾ മറ്റുള്ളവർക്ക് സംഭവിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കേണ്ട. നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ചെയ്യാനുള്ള കർമ്മം കൃത്യമായിട്ട് ചെയ്ത് നിർവഹിച്ച് മുന്നോട്ട് പോവുക. അപ്പൊ ഈശ്വരൻ നമുക്ക് അതിന് കൃത്യമായിട്ടുള്ള പ്രതിഫലം കിട്ടും. അതുപോലെ തന്നെ ശനിയാഴ്ച വ്രതമൊക്കെ എടുക്കാവുന്നതാണ് കേട്ടോ. ശനി പ്രീതിയൊക്കെ വേണ്ടവർക്ക് ശനിയാഴ്ച വ്രതമൊക്കെ എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ശനിയാഴ്ച ദിവസം ക്ഷേത്ര ദർശനമൊക്കെ നടത്തുന്നത് നല്ലതാണ്. അതുപോലെ ശനിയാഴ്ച ദിവസം കറുപ്പ് വസ്ത്രങ്ങളൊക്കെ ധരിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ശനി എത്ര അനുകൂലമല്ലാത്തവർക്കൊക്കെ നോക്കുവായി കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, നമ്മളൊരു കറുപ്പ് വസ്ത്രം അല്ലെങ്കിൽ ഒരു കറുത്ത കർച്ചീഫെങ്കിലും കയ്യിൽ എപ്പോഴും കരുതുന്നതൊക്കെ നല്ലതായിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ഒരിക്കലും ശനീശ്വരനെ എന്ത് ചെയ്യുക, കുറ്റം പറയാതിരിക്കുക. ശനീശ്വരൻ എപ്പോഴും പൊക്കി പറഞ്ഞുകൊണ്ടേയിരിക്കുക, അങ്ങനെ പൊക്കി പറഞ്ഞുകൊണ്ടേയിരിക്കുക. അപ്പൊ നമുക്ക് അതനുസരിച്ചുള്ള നല്ല ഫലങ്ങൾ എന്ത് ചെയ്യും, ഈശ്വരൻ തരും അല്ലെ, അല്ലെങ്കിൽ ശനീശ്വരൻ നമുക്ക് നൽകും, പ്രദാനം ചെയ്യും. അപ്പൊ എന്ത് ചെയ്യുക, നല്ല വിശ്വാസത്തോടെ ഭക്തിയോടെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളൊന്നും ആഗ്രഹിക്കാതെ നിഷ്കളങ്കമായ ഭക്തിയോടെ മുന്നോട്ട് പോവുക. അപ്പോഴാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതിലായാലും നമ്മൾ ചെയ്യുന്ന കർമ്മത്തിലൊക്കെ ആയാലും ആ ഈശ്വരാധീനം അല്ലെങ്കിൽ ഈശ്വരന്റെ ഒരു അനുഗ്രഹം നമുക്ക് ഉണ്ടാവുള്ളൂ കേട്ടോ.
അതുപോലെ തന്നെ നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ പവേഴ്സ് ക്ലബ് എന്ന് പറഞ്ഞൊരു കൂട്ടായ്മ, വാട്സപ്പ് കൂട്ടായ്മ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ വെബിനാർസ് ഒക്കെ കണ്ടക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ തൊട്ടടുത്ത് തന്നെ വരാൻ പോകുന്ന ഒരു വെബിനാർ എന്ന് പറഞ്ഞാൽ ബിസിനസ് റിലേറ്റഡ് ആയിട്ടൊരു വെബിനാർ ആയിരിക്കും വരിക എന്ന് പറയുന്നത്. കാരണം നമ്മൾ വാട്സപ്പ് പവേഴ്സ് ക്ലബ് എന്ന കൂട്ടായ്മയിൽ തന്നെ ഒരു പോൾ ഇട്ടതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിച്ചതിന് ബിസിനസ് റിലേറ്റഡ് ആണ്. ആ പോളിന് ഇച്ചിരി വ്യത്യാസം വന്നാൽ നമ്മൾ എന്ത് ചെയ്യും, ഇപ്പൊ കൂടി അങ്ങ് നിൽക്കുന്ന എന്താണ് ബിസിനസ്സും സ്ട്രെസ് മാനേജ്മെന്റും കൂടിയാണ് നിൽക്കുന്നത്. സോ അതിൽ ഏറ്റവും കൂടുതൽ പോൾ വരുന്ന ഏതാണോ അതനുസരിച്ചായിരിക്കും ക്ലാസ് ഉണ്ടാവുക, വെബിനാർ ഉണ്ടാവുക. മാക്സിമം എന്താണ് ബിസിനസ് റിലേറ്റഡ് ആയിട്ട് തന്നെയായിരിക്കും ഏറ്റവും അടുത്ത് വരാൻ പോകുന്ന വെബിനാർ. സോ അതിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി നമ്മുടെ ആ വാട്സപ്പ് കൂട്ടായ്മ ജോയിൻ ചെയ്യുക. അതിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ കിടപ്പുണ്ട് കേട്ടോ. അത് മാത്രമല്ല, ഈ പവേഴ്സ് ക്ലബിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഓരോ അനൗൺസ്മെന്റ് പെട്ടെന്ന് നിങ്ങളിലേക്ക് റീച്ച് ചെയ്യും. നമ്മൾ പുതിയതായിട്ടൊരു കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം അതിന്റെ അല്ലെങ്കിൽ അത് എല്ലാവരും അറിയണം, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കൂടെ നിൽക്കുന്നവർ അറിയണം എന്ന് ആഗ്രഹിച്ച് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ അതിനെന്തായാലും നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. കാരണം ബാക്കിയുള്ളതിലേക്ക് വരാൻ താമസം വരും. പക്ഷെ എന്താ വാട്സപ്പ് കൂട്ടായ്മയിലേക്ക് നമുക്ക് തോന്നുമ്പോൾ നമുക്ക് എന്താണ് അപ്പൊ തന്നെ അപ് ടു ഡേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ വെബിനാർസ് ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് നമുക്ക് ജോയിൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പെട്ടെന്ന് അഡ്മിനായിട്ട് കോൺടാക്ട് ചെയ്ത് അതിലൂടെ ജോയിൻ ചെയ്യാനൊക്കെ ഉള്ള ഫെസിലിറ്റി ഉണ്ട് കേട്ടോ. അപ്പൊ ഈ തന്നെ വരാൻ പോകുന്ന വെബിനാറിലേക്ക് മിസ് ചെയ്യാതിരിക്കാൻ വേണ്ടി അതിന്റെ പോസ്റ്റേഴ്സോ അല്ലെങ്കിൽ ടോപ്പിക്കോ ഒന്നും തീരുമാനിച്ചിട്ടില്ല, അതൊക്കെ തീരുമാനിച്ചു വരുന്നുള്ളൂ. കാരണം കറക്റ്റായിട്ട് പോൾ തീരുമാനിച്ചിട്ട് അതനുസരിച്ച് ടോപ്പിക് എടുക്കാമെന്ന് വിചാരിക്കുന്നു. സോ പെട്ടെന്ന് ആ ഒരു കൂട്ടായ്മയെ ജോയിൻ ചെയ്യുക. അപ്പൊ നമുക്ക് എന്താണ് ടോപ്പിക്സ് ഇടുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് എത്തും കേട്ടോ. അതുപോലെ തന്നെ പലരും ചോദിക്കുന്ന മറ്റൊരു കാര്യമാണ് നമ്മുടെ കൺസൾട്ടേഷൻ കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ കൺസൾട്ടേഷന് വേണ്ടി വിളിക്കുമ്പോൾ സമയം കൂടുതൽ പറയുന്നു, അല്ലെങ്കിൽ ഓഫീസ് കറക്റ്റായിട്ട് കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയാറുണ്ട്. സോ നിങ്ങൾക്ക് കോൾ ചെയ്തിട്ട് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് വാട്സപ്പ് മെസ്സേജ് അയക്കുക. അത് ആരെയാണ് കൺസൾട്ടേഷൻ ചെയ്യേണ്ടത് എന്ന് ജസ്റ്റ് ഒന്ന് അയക്കണം. കാരണം എന്താണ്, അമ്മയുടെ നമ്പറും എൻ്റെ നമ്പറും സെയിം നമ്പർ തന്നെയാണ്. സോ അതുകൊണ്ട് തന്നെ എന്താണ് അവിടെ ഓഫീസിലുള്ള സ്റ്റാഫിന് തന്നെ കൺഫ്യൂഷൻ വരാം, ആർക്കാണ് ആരുടെ കൺസൾട്ടേഷന് വേണ്ടിയാണ്. സോ അപ്പൊ ജസ്റ്റ് ഒന്ന് അറിയിക്കും. വാട്സപ്പിലാണെങ്കിൽ എനിക്ക് എന്നെ കൺസൾട്ടേഷൻ ചെയ്യാൻ വേണ്ടി ആണെങ്കിൽ, എൻ്റെ അപ്പോയിൻമെന്റ് കിട്ടാൻ വേണ്ടി ആണെങ്കിൽ ജസ്റ്റ് ദേവാനന്ദനെ കൺസൾട്ട് ചെയ്യാനാണെന്ന് പറഞ്ഞാൽ മതി. അപ്പം അതനുസരിച്ചുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽസ് അവർ പ്രൊവൈഡ് ചെയ്യും കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ എന്താണ് അറിയാലോ, ഞായറാഴ്ച ദിവസം മാത്രമാണ് നമ്മൾ കൺസൾട്ടേഷൻ ചെയ്യുന്നത്. ഞാൻ എന്താണ് മറ്റു കോഴ്സുകളൊക്കെ പഠിക്കുന്നതാണ്. സോ പഠിക്കാൻ വേണ്ടി എന്താണ് ഹോസ്റ്റലിലായിരിക്കും, അതല്ലെങ്കിൽ ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലായിരിക്കും. അത് മാത്രമല്ല നമ്മൾ എന്താണ് മറ്റുള്ള കാര്യങ്ങൾ, അപ്പൊ കൺസൾട്ടേഷന് വേണ്ടി മാത്രം വെച്ച ആസ്ട്രോളജി കൺസൾട്ടേഷന് വേണ്ടി മാത്രം ഒരു ഡേ ആയിട്ട് വെച്ചേക്കണേ. നമ്മൾ ഞായറാഴ്ച ദിവസമാണ്. സോ അന്നത്തെ ദിവസത്തേക്ക് മാത്രം. ഇപ്പം ഒരു മാസത്തിൽ 4 ഞായറാഴ്ചയല്ലേ ഉള്ളൂ. സോ അപ്പോയിൻമെന്റ്സ് വരുമ്പം നിങ്ങൾക്ക് അറിയാലോ അനുസരിച്ച് ടൈം കറക്റ്റായിട്ട് ഷെഡ്യൂൾ ചെയ്തിട്ടാണ് അവർ തരുന്നത്. സോ അതുകൊണ്ടാണ് ആ താമസം. കോൾ ചെയ്തിട്ട് കിട്ടുന്നില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി. സോ അവർ കൃത്യമായിട്ട് എന്ത് ചെയ്യും, ഓഫീസിൽ നിന്ന് കറക്റ്റായിട്ട് ഡീറ്റെയിൽ പറഞ്ഞു തരും കേട്ടോ. അപ്പം നമുക്ക് എല്ലാവർക്കും ആ വാട്സപ്പ് കൂട്ടായ്മയെ കാണാം. പവേഴ്സ് ക്ലബ് എന്ന വാട്സപ്പ് കൂട്ടായ്മയെ ജോയിൻ ചെയ്യുക. താല്പര്യമുള്ള ജോയിൻ ചെയ്താണ് കേട്ടോ, നിർബന്ധിക്കുന്നൊന്നുമില്ല, ആരെയും നിർബന്ധിച്ച് ജോയിൻ ചെയ്യിപ്പിക്കാനില്ല. ഇങ്ങനത്തെ ഫെസിലിറ്റി അല്ലെങ്കിൽ ഇങ്ങനത്തെ ഫീച്ചേഴ്സ് ആണ് ആ കൂട്ടായ്മയിലുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഏറ്റവും ഈസി മാർഗം എന്ന് പറയുന്നത് വാട്സപ്പാണ്. സോ അതുകൊണ്ടാണ്, കാരണം വാട്സപ്പ് എന്ന് പറയുമ്പോൾ എനിക്ക് എവിടെയായാലും എനിക്ക് എന്താ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം. വാട്സപ്പിൻ്റെ ഈ ഗ്രൂപ്പിന്റെ ഒരു ആക്സസ് ഞാൻ എന്താണ് നോക്കുകയാണ്. സോ എനിക്ക് പെട്ടെന്ന് കണക്ട് ചെയ്തെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഓഫീസിനാൾ സ്റ്റാഫ് ആയാലും കൃത്യമായിട്ട് ആ ഒരു വാട്സപ്പ് കൂട്ടായ്മയിൽ നിന്ന് വരുമ്പോൾ പെട്ടെന്ന് അവർ എന്ത് ചെയ്യും, നോട്ട് ചെയ്യും. സോ അതുകൊണ്ടാണ്. അപ്പം എല്ലാവർക്കും എന്താണ് ഹാപ്പി ആയിട്ടിരിക്കുക. നമ്മുടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. ഈശ്വര വിശ്വാസത്തോടെ, നല്ല ഈശ്വര പ്രാർത്ഥനയോടെ എന്താണ് സൽക്കർമ്മങ്ങൾ ചെയ്ത് സൽചിന്തകളോടെ ജീവിതം മുന്നോട്ട് പോവുക. ഹാപ്പി ആയിട്ട് ജീവിക്കുക. എന്തൊക്കെ പ്രതിസന്ധി വന്ന് നമുക്ക് നേരിടാൻ പറ്റാത്ത, നമുക്ക് പരിഹരിക്കാൻ സാധിക്കാത്ത എന്ത് പ്രശ്നങ്ങളാണ് നമ്മുടെ ജീവിതത്തിലുള്ള ഒന്നും തന്നെ ഇല്ല. നമ്മുടെ ചിന്താഗതിയാ. സോ ആ ചിന്താഗതി ഒന്ന് നേരെയാക്കി നമുക്ക് ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക കേട്ടോ.